ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും പറയും ഞാൻ വിശ്വസിക്കുന്നു, യേശു യേശു എന്ന് വിളിക്കും. അത് വിശ്വാസമാണോ അതോ വെറും അറിവാണോ? ആ മനുഷ്യൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ തെളിയിക്കുന്നത് എങ്ങനെയാണ്? അവൻ വചനമനുസരിക്കുന്നവനായിരിക്കും, അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനായിരിക്കും. അവൻ ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ അവനറിയാം ഞാൻ ഒന്നുമല്ല, ഞാൻ നിസ്സാരനാണെന്ന്. അവൻ ദൈവത്തിൽ ആശ്രയിച്ചു പോകും. ഏതോ ഒരു മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ ദൈവത്തിലുള്ള ആശ്രയം വേണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നുള്ളതിന് തെളിവ് അവൻ വചനമനുസരിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവമക്കളെയും സ്നേഹിക്കും, ഒരു വ്യത്യാസവുമില്ല. അവന് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൻ ദൈവമക്കളെ സ്നേഹിച്ചിരിക്കും. അങ്ങനെയുള്ളവർ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചു. എത്ര വലിയവനായാലും, എത്ര ഉന്നതനായാലും, എത്ര ശ്രേഷ്ഠ പദവിയിലിരിക്കുന്നയാളാണെങ്കിലും ഒരു വിശ്വാസി ദൈവത്തിലെപ്പോഴും ആശ്രയിക്കുന്നവനായിരിക്കും. നമുക്ക് ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ യോഹന്നാൻ ഇപ്രകാരം പറഞ്ഞു. 1 യോഹന്നാൻ 3:6. അവനിൽ വസിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവനാരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. എത്ര വ്യക്തമായിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടും അവനെ തൊട്ടും അവനിൽ നിന്ന് കേട്ടും അവൻ്റെ തിരുമാറിവിൽ ചാരിയും അവൻ്റെ ഹൃദയത്തിൻ്റെ ഉൾത്തുടുപ്പുകൾ മുഴുവനും ഏറ്റുവാങ്ങിയും ജീവിച്ചവനായ യോഹന്നാൻ അപ്പോസ്തലൻ. ആ അപ്പോസ്തലനാണ് ഈ പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? അവനിൽ വസിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവനാരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആ ദൈവത്തെ അറിയാമോ? നിങ്ങൾ വിശ്വാസികളാണോ? നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? ദൈവത്തെ അനുഭവിക്കുന്നുണ്ടോ? പാപം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. പാപം ജീവിതത്തിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. പാപം പ്രവൃത്തികൾ മാത്രമല്ല എന്ന് ഓരോ വിശ്വാസിക്കും അറിയാം. ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല, ഞാൻ മദ്യപാനത്തിന് പോയിട്ടില്ല, ഞാൻ പിടിച്ചു പറിക്കാൻ പോയിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അതൊന്നുമല്ലല്ലോ പാപം. ദൈവത്തിൻ്റെ സ്തോത്രം. ഹൃദയത്തിലെ ചിന്തനങ്ങളും വിചാരങ്ങളും, പ്രിയപ്പെട്ടവരെ, ആകുല ചിന്തകൾ, പാപഭാരങ്ങൾ, ചിന്താഭാരങ്ങൾ എല്ലാം പാപങ്ങളാണ്. ഈ പാപം ഏതെങ്കിലും വരുന്നുണ്ടോ? നീ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവത്തിൽ വസിക്കുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അതാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. അവനിൽ വസിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവനാരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. ഞാൻ ഈ വചനം ഒരിക്കൽ ഒരു ദൈവാലയത്തിൽ പ്രസംഗിക്കുമ്പോൾ, ആരാണെന്ന് പറയുന്നില്ല, അവിടെയുള്ള ഉന്നതന്മാരെ ചോദിച്ചു, എന്താണ് ഈ പ്രസംഗിക്കുന്നത്? പാപം കൂടാതെ മനുഷ്യനെ ജീവിക്കാൻ പറ്റുമോ? പാപം കൂടാതെ മനുഷ്യനെ ജീവിക്കാൻ പറ്റുമോ ചോദിച്ചു. സ്തോത്രം. എന്ത് മറുപടി പറയും? ഞാൻ ഒരു വാക്ക് മാത്രം പറഞ്ഞു. മനുഷ്യന് പാപം കൂടാതെ ജീവിക്കാൻ കഴിയുകയില്ലെങ്കിൽ പിന്നെ കർത്താവായ യേശുക്രിസ്തുവിനാണ് ക്രൂശിൽ മരിച്ചത്. പ്രിയപ്പെട്ടവരെ, ക്രൂശം കാണിച്ചുകൊണ്ട്, ക്രിസ്ത്യാനിയാണെന്ന് അഭിമാനിച്ചുകൊണ്ട്, ക്രൂശം ധരിച്ച, ക്രൂശം വരച്ച് നടക്കുന്ന ക്രിസ്ത്യാനി, നിൻ്റെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ നീ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല, നീ കണ്ടിട്ടില്ല, നീ നിത്യജീവൻ പ്രാപിച്ചിട്ടില്ല, നീ സ്വർഗത്തിൻ്റെ മകനായി മകളായി തീർന്നിട്ടില്ല. ഈ സത്യം നിങ്ങൾ ഗ്രഹിക്കുക. അത് സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ നമ്മെ ഓരോരുത്തരെയും ഓർപ്പിച്ചു. വീണ്ടും നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം തന്നെ 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. 1 യോഹന്നാൻ 5:4. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. സ്തോത്രം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. അവൻ പാപത്തെ ജയിച്ചിരിക്കുന്നു, അവൻ ജഡത്തെ ജയിച്ചിരിക്കുന്നു. അവൻ്റെ പ്രലോഭനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ ലോകത്തിൻ്റെ നമ്മുടെ കണ്ണിന് മുമ്പിൽ എല്ലാം ചമ്മയിച്ച് വെച്ചിരിക്കും. ഭീകരനായ സാത്താൻ മനുഷ്യനെ വീഴിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കിക്കൊണ്ടിരിക്കും. ഓരോ വിശ്വാസിയും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നവരെ ഇവൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. സത്യമാണ്. എന്നാൽ അപ്പോസ്തലൻ ഓർപ്പിച്ചു, ദൈവത്തിന് സ്തോത്രം. എന്താണ് പറഞ്ഞത്?
ഇപ്പോൾ നാം വായിച്ച് കേട്ട വാക്യം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ വായിച്ച് കേൾക്കാം. 1 യോഹന്നാൻ 5:4. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ഈ ലോകത്തെ ജയിക്കുന്നു. ഈ ലോകത്തെ ജയിച്ച ജയമോ അവൻ്റെ തറവാട്ട് മഹിമയല്ല, അവൻ്റെ ഡിഗ്രിയല്ല, പദവിയല്ല, ഉദ്യോഗമല്ല, അവൻ്റെ സൗന്ദര്യമല്ല, പ്രതാപമല്ല. എന്താണ്? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ അവൻ വിശ്വാസത്താൽ ലോകത്തെ ജയിക്കുന്നു. അവൻ്റെ വിശ്വാസം, പ്രിയപ്പെട്ടവർ, ഏതോ ഒരു വ്യക്തിക്കും, ഒരു യാചകന് പോലും ദൈവത്തിൽ വിശ്വസിക്കാം. ദൈവത്തിന് സ്തോത്രം. ലാസർ പോലും കർത്താവായ യേശുവിൽ വിശ്വസിച്ചു. അവൻ എന്തെങ്കിലും ഉണ്ടോ അഭിമാനിക്കാൻ? ഒന്നുമില്ല. പണമില്ല, ആരോഗ്യമില്ല, സൗന്ദര്യമില്ല, വീടില്ല, ആരുമില്ല, അനാഥനാണ്, ധനവാൻ്റെ പടിപ്പുരകൾ കിടക്കുന്നവനാണ്, നായ്ക്കൾ നക്കുന്നവനാണ്. പക്ഷേ അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. അവൻ വിശ്വാസിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ജനിച്ചവൻ വിശ്വാസത്താൽ ലോകത്തെ ജയിക്കുന്നു. നമുക്ക് വീണ്ടും യോഹന്നാന്റെ സുവിശേഷം എടുക്കാം. കർത്താവായ യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. എത്രയോ ലളിതമായി കർത്താവായ യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. സ്തോത്രം. ഇസ്രായേൽ ജനം, നിർജീവരായ ജനം, ജീവൻ നഷ്ടപ്പെട്ടു പോയ ജനം, ന്യായപ്രമാണത്തിൻ്റെ നിർജീവ പ്രവൃത്തികളിൽ മടുത്തുപോയ ജനം. ആ ജനത്തോട് കർത്താവായ യേശു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. സ്തോത്രം. ഒറ്റയ്ക്കൊരു വാതിൽ. ആ വാതിൽ ഏതാണ്? ആ വാതിൽ ഞാനാണ്. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. വീണ്ടും കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു. 7:13-14. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. സ്തോത്രം. എന്താണ് കർത്താവ് പറഞ്ഞത്? ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. കർത്താവായ യേശുക്രിസ്തുവാകുന്ന ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. അങ്ങനെ കടന്നാൽ പിന്നെ ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമാണ്, വഴി ഞെരുക്കമാണ്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അവിടെ കടക്കുന്നവരെന്നല്ല കർത്താവ് പറഞ്ഞത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. സഹോദര, സഹോദരി, ആ ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും നീ കണ്ടെത്തിയോ? അതിലൂടെയാണോ നീ യാത്ര ചെയ്യുന്നത്? ആ ഇടുങ്ങിയ വാതിൽ നീ കടന്നുവോ? ആ വാതിൽ കർത്താവായ യേശുക്രിസ്തുവാണ്. വീണ്ടും നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ, പലരും കടപ്പാൻ നോക്കും, കഴിയുകയില്ലാതാനും. ഈ ഇടുക്കുവാതിലൂടെ കടക്കാൻ പലരും നോക്കും, കഴിയുകയില്ലാതാനും പലർക്കും കഴിയുകയില്ല. ഇത് പറഞ്ഞത് സൃഷ്ടാവായ കർത്താവാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, അതിലൂടെ കടക്കാൻ കഴിയുമെങ്കിൽ, ഒരാൾക്ക് കഴിയുമെങ്കിൽ അത് എനിക്കായിരിക്കണം. തീരുമാനിക്കാൻ ആരെങ്കിലും ഉണ്ടോ? വീണ്ടും നമുക്ക് വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമത്രേ. ഇന്നുള്ളവർക്ക് മനസ്സിലാകുമോ? എന്നാൽ അന്നുള്ളവർക്ക് മനസ്സിലാകും. അന്ന് യെരുശലേം പട്ടണത്തിന് വലിയ ഓർണമെൻ്റൽ ഗേറ്റുണ്ട്, മനോഹരമായ വാതിലുണ്ട്, അവിടെ വാതിൽ കാവൽക്കാരുണ്ട്, വലിയ വിശാലമായ ഓർണമെൻ്റൽ ഗേറ്റുണ്ട്. ദൈവത്തിന് സ്വന്തം അതിലേക്കൂടെ രഥങ്ങൾ കടന്നു പോകും, രാജാക്കന്മാർ കടന്നു പോവുകയും വരികയും ചെയ്യും. അതിലേക്കൂടെ ഒട്ടകങ്ങൾ കടന്നു പോകും, കുതിരകൾ കടന്നു പോകും. ദൈവത്തിന് സ്തോത്രം. അതിനെല്ലാം അവിടെ വാതിലുണ്ട്. എന്നാൽ ഒരു പാവം മനുഷ്യന് ഈ യെരുശലേം പട്ടണത്തിലേക്ക് കടക്കുവാനോ പുറത്തിറങ്ങുവാനോ ഈ ഓർണമെൻ്റൽ ഗേറ്റ് വേണമെന്നില്ല. അതിന് അല്പം അങ്ങോട്ട് മാറിയാൽ ഒരു ചെറിയ ഗേറ്റുണ്ട്. ഒരു മനുഷ്യന് ഞെരുങ്ങി അതിലേക്കൂടെ കയറുകയോ ഇറങ്ങുകയോ ചെയ്യാം. നല്ലപോലെ കുനിയണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേര് സൂചിക്കുഴ എന്നാണ്. അതിനാണ് സൂചിക്കുഴ എന്ന് പറയുന്നത്. അത് കർത്താവിനറിയാം, അന്നത്തെ യഹൂദന്മാർക്കും അറിയാം. അതാണ് കർത്താവ് പറഞ്ഞത്, ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്ന എളുപ്പം. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു മനുഷ്യന് പോലും നെടുക എന്ന് പറഞ്ഞ ഈ സൂചിക്കുഴയിലൂടെ അകത്ത് കിടക്കാൻ കഴിയുകയില്ല. അപ്പോൾ പിന്നെ ഒട്ടകത്തിനോ? ഒട്ടകം അങ്ങനെ തല ഉയർത്തി നിൽക്കും, അവൻ തല താഴ്ത്തുകയില്ല, അവൻ്റെ അഹങ്കാരം മാറുകയില്ല. ഈ ലോകത്തിലെ ധനവാന്മാർക്ക് അവർക്ക് ഈ ലോകത്തിലെ ധനം മതി, ഈ ലോകത്തിലെ കഴിവുകൾ മതി, ഈ ലോകത്തിലെ ആശ്രയങ്ങൾ മതി.
അവൻ ദൈവരാത്രിയിൽ കിടക്കുകയില്ല. നിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ നിൻ്റെ ഹൃദയത്തെ നീ താഴ്ത്താതെ നിനക്ക് ദൈവരാത്രിയിൽ കിടക്കാൻ കഴിയുകയില്ല. ഇതാണ് കർത്താവ് പറഞ്ഞത്. അതിനേക്കാൾ എളുപ്പമാണ് ഒരൊട്ടകമാ സൂചിക്കുഴയിലൂടെ കിടക്കുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഒരൊട്ടകത്തിന് ഒരിക്കലും ആ സൂചിക്കുഴവാതിലൂടെ അകത്ത് കിടക്കാനൊക്കെയില്ല, പുറത്തു പോകാനൊക്കെയില്ല. അതിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. താഴെ ഒരു പ്ലാസ്റ്റിക് വിരിച്ച് അവിടെ ഈ ഒട്ടകത്തെ കിടത്തിയിട്ട് ഈ പ്ലാസ്റ്റിക് പിടിച്ച് വലിച്ചകത്തോട്ട് വലിച്ചെടുത്താലേ ഇത് കയറാൻ പൊക്കുള്ളൂ. ഒട്ടകത്തിനെ നിർത്തിക്കൊണ്ട് ആ സൂചിക്കുഴവാതിലൂടെ കടത്താനൊക്കുകയില്ല. നല്ല പ്രയാസമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഈ ധനവാൻ ദൈവരാത്രിയിൽ കിടക്കുകയില്ല എന്ന് പറയുന്ന ഈ സമ്പന്നത, ചില കർമാനുഷ്ഠാനങ്ങളുടെ സമ്പന്നത, ചില പൗരാണിക സഭകളുടെ സമ്പന്നത, എനിക്ക് പാരമ്പര്യമുണ്ട് എന്ന് പറയുന്നതായ ഹൃദയത്തിൻ്റെ സമ്പന്നത, ഈ സമ്പന്നത വെച്ചുകൊണ്ട് നിനക്ക് ദൈവസന്നിധിയിൽ കിടക്കാനൊക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഓരോ ദൈവമക്കളും പാവപ്പെട്ട ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയട്ടെ, ഈ ലോകം കണ്ണിൻ്റെ മുൻപിൽ അങ്ങനെ ചമ്മയിച്ചൊരുക്കി നിൽക്കുമ്പോൾ മൺമയനായ മനുഷ്യൻ, ബലഹീനായ മനുഷ്യൻ്റെ കണ്ണ് അങ്ങോട്ട് ആകർഷിക്കപ്പെടുമ്പോൾ അകത്തിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയും, നീ അങ്ങോട്ട് നോക്കണ്ട, നീ അത് കാണണ്ട, നീ ഒരു വാക്ക് മിണ്ടണ്ട. എൻ്റെ നാവ് അടച്ചു പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അവൻ പാടും, ലോകമെനിക്ക് വേണ്ട, ലോകത്തിന് മോഹം വേണ്ട. ഒരു സമയത്ത് ഞാൻ അങ്ങനെ തന്നെ പാടിക്കൊണ്ട് നടന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ടവർ, അത് ആത്മാവുള്ളിലുള്ളൊരു വ്യക്തിക്ക് ഈ ഉപദേശം കിട്ടും. അവനെ വഴി നടത്തും, അവനെ തെറ്റുകൂടാതെ നടത്തും. അവൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ മകനേ വഴി ഇതാകുന്നു, നടന്നുകൊള്ളുവിനെന്ന വാക്ക് കേൾക്കും. ഇത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? ഇത് സൗജന്യമായി അനുഭവിപ്പാൻ ദൈവം നിങ്ങൾക്ക് വെച്ച് നീട്ടുന്നു. നിങ്ങൾക്ക് ആർക്കും അനുഭവിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇതുപോലെ പ്രഖ്യാപിച്ച ലോകത്തിലേതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ പ്രിയപ്പെട്ടവർ? അവനത്രേ കർത്താവായ യേശു ക്രിസ്തു, അവനത്രേ ഏകരക്ഷകൻ. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇനി പാപത്തിൽ വലയുന്നവരായി ആരെങ്കിലും ഉണ്ടോ? നിസ്സഹായരായി ആരെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കുന്നവരുണ്ടോ? നിന്നെ തേടി കർത്താവായ യേശു ക്രിസ്തു വന്നിട്ടുണ്ട്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സ്തോത്രം. ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞവൻ, ഞാൻ വഴിയാകുന്നു, ഞാൻ സത്യമാകുന്നു, ഞാൻ ജീവനാകുന്നു എന്ന് വീണ്ടും വരളി ചെയ്തു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു കൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കലെത്താൻ കഴിയുകയില്ല. നിങ്ങൾക്കറിയാം, സ്വന്തം വീട് വിട്ട് യേശാവിനെ പേടിച്ചോടിപ്പോയ യാക്കോബ് ബേർശേബ മരുഭൂമിയിൽ ഒരു ദിവസം 70 മൈൽ യാത്ര ചെയ്ത് ഇതാ ക്ഷീണിച്ച് ദാഹിച്ച് വലഞ്ഞ് വരണ്ട് അവൻ തളർന്ന് ബേർശേബ മരുഭൂമിയിൽ ഒരു കരിങ്കല്ല് തലയണിയായി വെച്ച് കിടന്നുറങ്ങുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓർത്തു, ഞാൻ അനാഥനാണ്, എനിക്കാരുമില്ല, ഞാൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇതുവരെയും പോന്നിട്ടില്ല, അമ്മയോടുകൂടെ സാധുശീലനായി കൂടാരവാസിയായി ജീവിച്ചവനാണ്, എന്നാൽ ഇന്നിതാ എനിക്കാരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. നിരാശയോടെ ഭാരത്തോടെ കിടന്നുറങ്ങുന്ന ആ യാക്കോബിന് ദൈവം ഒരു ദർശനം കാണിച്ചു കൊടുത്തു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയോളം എത്തുന്ന ഒരു ഗോവണി. പ്രിയപ്പെട്ടവരെ, ഏതാണ് ഈ ഗോവണി? ആ ഗോവണിയുടെ താഴത്തെ തല ഈ ഭൂമിയിലാണ്, അതിൻ്റെ മുകളിലത്തെ തല സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയോളം എത്തുന്ന ഗോവണി ഏതാണ്? അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ദൈവത്തിനും പാപിയായ മനുഷ്യനും മധ്യസ്ഥ നിൽക്കുന്ന ഏക ഗോവണി കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ ഗോവണിയിലൂടെ കയറി എല്ലാവരും സ്വർഗത്തിലെത്താൻ മാർഗമില്ല. വേറെ യാതൊരു കുറുക്കു വഴിയുമില്ല. ഒരു കുറുക്കു വഴിയുമാരും നോക്കുകയും വേണ്ട. വേറെ ഒരു കുറുക്കു വഴിയുമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ആ ഗോവണിയിലൂടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് യാക്കോബ് കണ്ടു. യാക്കോബിൻ്റെ കാര്യം മനസ്സിലായി. എന്നെ പരിചരിക്കാൻ ദൂതന്മാരുണ്ട്, എന്നെ ശുശ്രൂഷിക്കാനുള്ള ദൂതന്മാരുണ്ടായിരുന്നു, ഞാൻ ഏകനായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലിനെ കാവൽ മാലാഖമാരുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവവേദലിനെ കാക്കാൻ കാവൽ മാലാഖമാർ ദൈവം ആക്കിയിട്ടുണ്ട്. സ്തോത്രം. അവർ നമ്മുടെ ശുശ്രൂഷയ്ക്കുള്ള സേവക ആത്മാക്കളാകുന്നു. കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വേദോസ്തയിൽ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്വർഗീയ മാലാഖമാർ നമ്മെ ശുശ്രൂഷിക്കുന്ന സേവക ആത്മാക്കളാണ്. സ്തോത്രം. നമ്മുടെ പദവി എന്താണ്? ഈ പദവിയാണ് നിങ്ങൾക്ക് വെച്ച് നീട്ടുന്നത്. നിങ്ങളാരെല്ലാം അവർ സ്വന്തമാക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഫിലിപ്പോസ് നഥനയേലിനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ
കണ്ടെത്തിയിരിക്കുന്നു. സ്തോത്രം. ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട നഥനയേലോട് പറഞ്ഞതാണ്. സ്തോത്രം. മോശയും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ആരാണത്? അവനാണ് മശിഹ, അവനാണ് വീണ്ടെടുപ്പുകാരൻ, അവനാണ് ഇതിനെ വീണ്ടെടുക്കുവാൻ ഇന്ന് നിങ്ങളുടെ അരികിൽ വന്ന് നിൽക്കുന്നവൻ. സ്തോത്രം. അവൻ ജയാളിയാണ്, അവൻ ജയിച്ചവനാണ്, അവൻ യൂദായുടെ സിംഹമാണ്, അവൻ പരാജയം അറിയാത്തവനാണ്, ഇന്നും ജയത്തോടെ നിൽക്കുന്നവനാണ്, ഏത് കൊടുമ്പാവിയെയും വീണ്ടെടുക്കാൻ മതിയായവനാണ്. നീ ആഴമുള്ള കുഴിയിലാണോ, ആ കുഴിയിലേക്ക് അവൻ ഇറങ്ങി വരും. ഒരു മനുഷ്യനും സാധ്യമല്ല. ചതുപ്പിൽ വീണുപോയൊരു മനുഷ്യനെ രക്ഷിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. എന്നാൽ പാപം തൊടാത്ത, പാപത്തെക്കുറിച്ച് ആരെന്നെ പാപപൂർവം വരുത്തുമെന്ന് പരസ്യമായി വിളിച്ചോദിച്ച കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷകന് ഏത് കുടുംബാവിയെ രക്ഷിക്കാൻ കഴിയും. ആഴമുള്ള കുഴിയിലും കുഴിഞ്ഞേറ്റിലും ഇറങ്ങിപ്പോയ ദാവീദിന് അവിടെ നിന്ന് കർത്താവ് കയറ്റി. പ്രിയപ്പെട്ടവർ, അവൻ നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാമത്തെ വാക്യം. അവൻ തൻ്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട അവനോട്, ഞങ്ങൾ മിശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് യോർദാൻ നദിയുടെ കരയിലൂടെ നടന്നു പോകുമ്പോൾ യോഹന്നാൻ സ്നാപകനെ വിളിച്ചു പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയുന്നത് കേട്ടപ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ ശിഷ്യന്മാരായിരുന്ന യോഹന്നാനും അന്ത്രയോസും യോഹന്നാനെ വിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോയി. ഒരു രാത്രി കർത്താവിനോടുകൂടെ ഒലിവ് മലയിൽ കഴിഞ്ഞു. വെളുപ്പിനെ തിരിച്ചു പോന്നു. ഒറ്റ രാത്രിയിലെ അനുഭവം. അന്ത്രയോസ് വീട്ടിൽ വന്നു. സഹോദരനായ ശീമോനോട് പറയുകയാണ്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. അത് ഓരോ ദൈവങ്ങളുടെയും പ്രത്യാശയാണ്, ഓരോ വിശ്വാസിയുടെയും പ്രതീക്ഷയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞങ്ങൾ മശിഹായെ അഥവാ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവർ, യേശുവിനെ പരിചയമുള്ളവരുണ്ട്, യേശുവിന് അനുഗ്രഹം പ്രാപിച്ചവരുണ്ട്, യേശുവിന് രോഗസൗഖ്യം പ്രാപിച്ചവരുണ്ട്, ജോലി വാങ്ങിച്ചവരുണ്ട്. എല്ലാം നല്ലത്, അതെല്ലാം യേശുവിന് കഴിയും. എന്നാൽ പാപത്തിൻ്റെ ആഴക്കുഴിയിൽ നിന്ന്, സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന്, അവൻ്റെ നുഖത്തിൽ നിന്ന് തന്നെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ. അവനത്രേ കർത്താവായ യേശു ക്രിസ്തു എന്ന മശിഹ, അവനത്രേ രക്ഷകൻ, അവനത്രേ ക്രിസ്തു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 49-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നഥനയേൽ അവനോട്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. നഥനയേൽ, ഫിലിപ്പോസ് നഥനയേലിനെ യേശുവിലേക്ക് കൊണ്ടുപോയി. നഥനയേൽ യേശുവിനെ കണ്ടിട്ടില്ല. എന്നാൽ യേശു അവനോട് സംസാരിക്കുമ്പോൾ അവനോട് പറഞ്ഞു, കർത്താവേ, നീ എന്നെ എപ്പോഴാണ് കണ്ടത്? നീ എപ്പോഴാണ് എന്നെ അറിയുന്നത്? ഇവൻ സാക്ഷാൽ ഇസ്രായേലിന് ഇവനിൽ കപടമില്ല എന്ന് നഥനയേലിനെ കുറിച്ച് കർത്താവായ യേശു പറഞ്ഞപ്പോൾ നഥനയേൽ ഓർത്തു, ഞാൻ ഇതുവരെ യേശുവിനെ കണ്ടിട്ടില്ലല്ലോ, അവൻ എന്താണ് ഈ പറയുന്നത്? കർത്താവ് പറഞ്ഞു, ഫിലിപ്പോസിനെ വിളിക്കും മുൻപ് നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ ഓർത്തുകൊള്ളുക, നഥനയേലൊരു സ്വഭാവമുണ്ട്. അവൻ അത്തിയുടെ കീഴിൽ പോയി, തഴച്ചുകൊണ്ടിരുന്ന അത്തിയുടെ കീഴിൽ പോയി പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. മറ്റാരും കാണാതിരിക്കാൻ അങ്ങനെ ചെയ്യുന്നത്. ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ലെന്നാണ് നഥനയേലിൻ്റെ വിചാരം. അന്നും ഫിലിപ്പോസ് നഥനയേലിനെ വിളിക്കുന്നതിന് മുൻപ് അത്തിയുടെ കീഴിലിരുന്ന് നഥനയേൽ പ്രാർത്ഥിക്കുന്നത് കണ്ടു. അതാണ് കർത്താവ് പറഞ്ഞത്. ഫിലിപ്പോസിനെ വിളിക്കും മുമ്പേ അത്തിയുടെ കീഴിൽ നീ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. സ്തോത്രം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നഥനയേൽ പറയുകയാണ്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ്, നിന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ നീയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർ, എത്ര ആഴക്കുഴിയിൽ വീണവർക്കും, പിശാചിൻ്റെ ഏത് അടിമത്തത്തിൽ വീണവർക്കും, ഏത് പാപത്തിൻ്റെ കുരുക്കിൽ വീണവർക്കും വീണ്ടെടുപ്പുകാരനായി കർത്താവായ യേശു വന്നിട്ടുണ്ട്. അവൻ ക്രിസ്തുവാണ്, അവൻ മശിഹയാണ്. അവനെ നിങ്ങൾ വിശ്വസിച്ചാൽ വീണ്ടുജനനായി. സ്തോത്രം. ഈ മർമ്മം വലിയത് നിങ്ങൾ ഗ്രഹിച്ചാൽ നല്ലത്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. കർത്താവ് തിരഞ്ഞെടുത്ത 70 അറിയിപ്പുകാരിൽ അവർ 2 പേര്, അവർക്ക് യേശുവിനെക്കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നു. റോമൻ ഗവൺമെൻറ് അടിമത്തത്തിൽ കഴിയുന്ന യഹൂദന് ഈ യേശുവിന് വിടുതൽ തരും, അവൻ്റെ പുതിയ ഭരണകൂടം സ്ഥാപിക്കും, അവൻ രാജാവായി വാഴും, ഞങ്ങൾ അവനോടൊപ്പം ഉണ്ടായിരിക്കും. ഇതൊക്കെയായിരുന്നു പ്രതീക്ഷ. ആ 70 ശിഷ്യന്മാരിൽ 2 പേര് യേശുവിനെ ക്രൂശിച്ചു, യേശു മരിച്ചു, അവനെ അടക്കിയെന്ന് കേട്ടപ്പോൾ നിരാശയായി, ഭാരമായി.
വർഷങ്ങൾക്ക് മുൻപ് എമ്മൗസിലെ വീട് അടച്ചു പൂട്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി യെരുശലേമിൽ വന്ന് സമർപ്പിച്ച 2 ദൈവമക്കൾ യേശുവിനെ ക്രൂശിച്ചു, യേശുവിനെ അടക്കി എന്ന് കേട്ടപ്പോൾ അവർ മടങ്ങിപ്പോവുകയാണ്. സഹോദര സഹോദരി, ഇന്നലെ ജീവിതയാത്ര മടക്കയാത്രയാണോ? നിരാശയിലാണോ? നീ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണോ? ദൈവത്തെ വിട്ട് നീ പൊയ്ക്കൊണ്ടിരിക്കുകയാണോ? ഇനി നീ പാപത്തിൻ്റെ ഊറിയ രസവുമായി കഴിയുകയാണോ? നിങ്ങൾക്ക് ശാന്തമായി ചിന്തിക്കാം. എന്നാൽ അവരങ്ങനെ 2 പേരും കൂടെ നടന്നു പോകുമ്പോൾ, അവർ യെരുശലേമിൽ എമ്മൗസിലേക്ക് പോകുമ്പോൾ, ആ വഴിയാത്രയിൽ അവരോട് കൂടെ നടന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവർ തിരിച്ചറിഞ്ഞില്ല. ഏതോ വഴിയാത്രക്കാരൻ അടുത്തിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? അവർ തർക്കിച്ചും വാരിച്ചും മുഖം മ്ലാനമായി വാടിയ മുഖത്തോട് അവർ പോവുകയാണ്, നിരാശയോടെ പോവുകയാണ്, പിന്മാറിപ്പോവുകയാണ്. പിന്മാറിപ്പോകുന്ന ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്ന കർത്താവായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവർ, ഇന്ന് നിൻ്റെ പിന്നാലെ നടക്കുന്ന യേശു നിന്നെ ഓമനപ്പേറിൽ വിളിക്കുന്നുണ്ട്, നിന്നെ വിളിക്കുന്നുണ്ട്. മടങ്ങി വരിക എന്ന് കർത്താവ് പറയുന്നുണ്ട്. മടങ്ങി വരാൻ മനസ്സുണ്ടോ? സ്തോത്രം. ആ ശിഷ്യന്മാർ ഈ കൂടെ നടക്കുന്ന ആളിനോട് പറയുകയാണ്, യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. അവർ പറഞ്ഞു, അതാണ് നാം 21-ാം വാക്യത്തിൽ വായിച്ചത്, യേശു ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ഞങ്ങൾ ആശിച്ചിരുന്നു. ഇസ്രായേലിനെ വീണ്ടെടുക്കുന്നവർ ആശിച്ചിരുന്നു. എന്താണ് ഈ ലോകത്തിൻ്റെ വീണ്ടെടുപ്പ്, ഈ ലോകത്തിൻ്റെ നന്മകൾ? ഇത് മാത്രമാണ് അവർക്കറിയാമായിരുന്നത്, അത് മാത്രമാണ് അവരുടെ പ്രതീക്ഷ. വിശ്വാസി, ക്രിസ്ത്യാനി, നീ ഈ ലോകത്തിലേതല്ല നീ നോക്കേണ്ടത്, ഈ ലോകത്തിലെ ബംഗ്ലാവുകളല്ല നീ നോക്കേണ്ടത്, ഇവിടുത്തെ സമ്പത്തല്ല നീ വാരി കൂട്ടേണ്ടത്. ഇതെല്ലാം നിനക്കുള്ളതല്ല, ഇതെല്ലാം കത്തിച്ചാമ്പലായി പോകേണ്ടത്. നാം സ്വർഗീയ പൗരന്മാരാണ്. ഇത് കൂടാരവാസമാണ്, ഇത് താൽക്കാലികവാസമാണ്. ഇവിടെ ഉള്ളതൊന്നും എൻ്റേതല്ല, ഇവിടെ നിന്ന് ഞാനൊന്നും കൊണ്ടുപോവുകയില്ല, ഊടുതുണി പോലും ഞാൻ കൊണ്ടുപോവുകയില്ല. ഈ ബോധ്യം ആർക്കെല്ലാം ഉണ്ട്? ദൈവത്തിന് സ്തോത്രം. അവൻ ഇസ്രായേലിനെ വീണ്ടെടുക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു. പ്രതീക്ഷകളെല്ലാം പോയി, ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവർ, അവിടെ ഹൃദയത്തോട് കർത്താവായ യേശുവോട് വിട്ടു. നിങ്ങൾക്കറിയാം, അവരുടെ വീട്ടിലേക്ക് ചെന്നു. കർത്താവ് പറഞ്ഞു, മുന്നോട്ട് പോകുന്ന ഭാവന അടിച്ചപ്പോൾ അവർ പറഞ്ഞു, നേരം വൈകി അസ്തമിപ്പാറായല്ലോ, ഞങ്ങളോട് പാർക്കുക, ഈ രാത്രി ഞങ്ങളോട് പാർക്കുക, നിർബന്ധിച്ചാൽ അവൻ കൂടെ പോരും. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തുറന്ന് കർത്താവിനോട് പറയുമോ, കർത്താവേ, നീ ഹൃദയത്തിലേക്ക് വരാമോ? എന്നെ ഒന്ന് അനുഗ്രഹിക്കാമോ? എൻ്റെ സ്ഥിതി ഒന്ന് മാറ്റിത്തരാമോ? എനിക്കൊരു നല്ല കാലം തരാമോ? എനിക്കൊരു വീണ്ടും ജനനം തരാമോ? രക്ഷയുടെ സന്തോഷം എനിക്ക് തരാമോ? നിങ്ങൾ ആര് പ്രാർത്ഥിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ ആ വീട്ടിൽ പോയിരുന്നു, അവരെ ബ്രെഡുണ്ടാക്കി. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു ബ്രെഡ് കൊണ്ടുവന്ന് യേശുവിന് കൊടുത്തു. കർത്താവായ യേശു ആ ബ്രെഡ് 2ആയി മുറിച്ചു. സ്തോത്രം. 2 കയ്യിലും എൻ്റെ ഓരോ മുറിയുണ്ട്. അവർ കൊടുത്തതായ ബ്രെഡ് കർത്താവ് അവരുടെ നേരെ വെച്ച് നീട്ടി. അവർ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് യേശുവിൻ്റെ കൈകളിലാണ് ഇപ്പോഴിത് കണ്ടത്. സ്തോത്രം. പ്രിയപ്പെട്ടവരുടെ അവരുടെ കണ്ണുകൾ തുറന്നു. ഹല്ലേലൂയ. അവർ യേശുവിനെ അറിഞ്ഞു. യേശു അവർക്ക് അപ്രത്യക്ഷമായി. സ്തോത്രം. ഹൃദയം തുറക്കാമോ? ഹൃദയം തുറക്കാമോ? ആണിപ്പോഴുള്ള കരങ്ങൾ നിൻ്റെ ഹൃദയത്തിൻ്റെ വാരക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്ന യേശുവിൻ്റെ സ്നേഹത്തെ നിനക്ക് ഇപ്പോൾ അറിയാം, നിനക്ക് തിരിച്ചറിയാൻ പറ്റും. ഹൃദയത്തെ തുറക്കാം. നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. നമുക്കതിനോടൊരു വാക്ക് പറയാം. കർത്താവേ, അഹങ്കാരിയായ ഞാൻ, പാപിയായ ഞാൻ, എൻ്റെ അവസ്ഥ തിരിച്ചറിയാതിരുന്ന ഞാൻ, ഇതുവരെയും എൻ്റെ സ്വയത്തിൽ, എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ജീവിച്ചു പോയി കർത്താവേ. നിന്നെ മറന്ന് ഞാൻ ജീവിച്ചു പോയി കർത്താവേ. എൻ്റെ പിന്നാലെ നടന്ന് എന്നെ വിളിച്ചുകൊണ്ടിരുന്ന നിൻ്റെ സ്നേഹത്തെ ഞാൻ തിരിച്ചറിയാതെ പോയി. എല്ലാം ക്ഷമിക്കണമേ കർത്താവേ. ഞാൻ മടങ്ങി വരുന്നു. ഇനി ഒരിക്കലും തിരിച്ചു പോകാതെ ഞാൻ മടങ്ങി വരുന്നു. എൻ്റെ ഹൃദയത്തെ തുറക്കുന്നു. എൻ്റെ ആത്മശരീര മനസ്സുകളെ നിനക്കായി ഞാൻ താഴ്ത്തി തരുന്നു. ഈ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. രാജാതി രാജാ, കർത്താതി കർത്താവേ. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ മശിഹ, നീ ക്രിസ്തുവാണ്, നീ വീണ്ടെടുപ്പുകാരനാണ്. നീ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളാരും നഷ്ടപ്പെട്ടു പോകാതെ ഞങ്ങളെ കാക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ. മാനവും മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.